കൊച്ചിയെ ഉണർത്തുന്നത് അച്ചുക്കാൻ്റെ വാചക കസർത്തും ഈ ചായയുമാണ്. രാവിലെ 3 മണിക്ക് തുടങ്ങും ഒരു ഒച്ചയും വിളി. നമ്മൾ നാട്ടുഭാഷയിലൊക്കെ പറയില്ലേ, കോഴി കൂവുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്ന ആൾക്കാരെന്നൊക്കെ. ഇത് കോഴി കൂവുന്നതിന് മുമ്പേ 3 മണിയോട് കൂടി അച്ചുക്ക റെഡി ആയിരിക്കും. ഇത് വാചക കസർത്ത്, ഭയങ്കര ബഹളമാണ് അച്ചുക്കാനെ കൊണ്ട്. പിന്നെ അച്ചുക്കാൻ്റെ ഈ ചായ അത് വല്ലാത്തൊരു രുചി തന്നെ. നിങ്ങൾക്ക് ചായ ഉണ്ടാ? 2 പൊറോട്ട ചാപ്സ് ശരിയാണോ? എന്താ വേണ്ടേ? ഒന്ന് രണ്ടാക്കട്ടെ. ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടോ, ഒരു കോടി ഇരിക്കട്ടെ. വണ്ടി ഓടിക്കാറ് 3 പൊറോട്ട ചാപ്സ് ചായ ഉണ്ടാ? 110 10 കുറവ്. 2 3 4 മണി 400 ഉണ്ടാകുമ്പോ 10 രൂപ GST. അച്ചുക്കോ സവള വജയും ചാപ്സും നല്ല മൊരിഞ്ഞു നോക്കി കൊടുക്കും. അതെ, നമ്മൾ ഫോട്ടോ കൊച്ചിക്കാരല്ലേ. ഇത് കൊച്ചിയിൽ ഫോട്ടോ കൊച്ചിയിൽ മാത്രമേ കിട്ടുള്ളൂ. സവാള വട സ്പെഷ്യലാണ്. ഇത് ഉഴുന്നുവടയല്ല, ഇത് സവാള വട. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫോട്ടോ കൊച്ചി വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റും കിട്ടൂല, ഈ ഒരു സാധനവും കിട്ടൂല. 10-55 വർഷമായിട്ട് അച്ചുക്ക ഇവിടെ തന്നെ ഉണ്ട്, ഈ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ട്. സംസാരിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ ബിസിനസ് ഇങ്ങോട്ട് പോകും. 55 വർഷമായിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ സംസാരം. അപ്പൊ അങ്ങനെ രാവിലെ അങ്ങോട്ട് 3 മണി തുറക്കും. 3 മണിക്കൊന്നും എല്ലാം സെറ്റ് ചെയ്യണം. അപ്പൊ 6 മണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 6 അപ്പൊ എപ്പോ അടയ്ക്കും? 3 മണിക്ക്, വൈകുന്നേരം 3 മണി. ചേട്ടൻ സ്ഥിരം അവിടെ തന്നെ ഭക്ഷണം കഴിക്കും. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതൊക്കെ വന്ന് ഫുഡ് അടിക്കണം. കുറഞ്ഞ കാശിന് ഭക്ഷണം കഴിച്ച് തൃപ്തിയായിട്ട് പോവാം. ആ കടയിൽ ഇഷ്ടമുള്ള ഐറ്റം എന്താ? മട്ടനാണോ ബീഫാണോ? എല്ലാം ഉണ്ട്. മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, കടലക്കറി ഉണ്ട്, ഇഡ്ഡലി, പിന്നെ മറ്റേ എന്താണ് ചിക്കൻ ഉണ്ട്, മീൻകറി ഉണ്ട്. ഓരോ ദിവസം ഓരോന്നും എന്തെങ്കിലും. ആണോ? തിങ്കളാഴ്ച മട്ടൻ, ചൊവ്വാഴ്ച ബീഫ്, അങ്ങനെ അടിച്ച് കയറ്റി ഇങ്ങോട്ട്. 7-0 എത്രയാ? 170 170. 170 പറയില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്കറിയാലോ. നമ്മുടെ കേരളത്തിൽ എല്ലാ ഭാഷ അറിയാം. ഇതെങ്ങനെ ഇത്ര തగ్గടിക്കുന്നത്? ഫുൾ കൗണ്ടറാണല്ലോ. ഒന്ന് പറഞ്ഞാത്ത കൗണ്ടർ 170 വന്നിട്ടുണ്ട്. ഈ മീൻ ഡെയിലി മാറും? എങ്ങനെ ഐറ്റം? ഡെയിലി മാറും. അച്ചുക്കന് ഇഷ്ടപ്പെട്ട ഐറ്റം എന്താ? മട്ടനാണോ ബീഫാണോ? ആൾക്കാർ ആഹാരം കഴിക്കുന്നവരെ തൃപ്തിയാണ്. എനിക്ക് അവർക്ക് കൊടുക്കുമ്പോൾ മട്ടൻ കൊടുക്കാനാണ് തൃപ്തി. മട്ടന്റെ വില കാശില്ലാണ്ട് വന്നപ്പോ താൻ വന്നാൽ എനിക്ക് തരും. ഇവിടെ അങ്ങനെയൊന്നും എനിക്ക് അച്ചുക്കാന്റെ വലങ്കൈ എത്ര വർഷമായി കഴിഞ്ഞ? 20 വർഷം കഴിഞ്ഞു. 20 വർഷം കൂടെ. സവാള വട നമ്മുടെ മെയിൻ ഐറ്റം. സവാള വട, സവാള ബജ്ജി, മട്ടൻ കറി. ഞാൻ കൊറേ ചോദിച്ചെങ്കിൽ റെസിപ്പി പറഞ്ഞിരോ? കടക്ക് പുറത്ത് തന്നെ. സവാള ബജ്ജി മാത്രമല്ല കേട്ടോ, അപ്പം ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ പൊരിച്ച പത്തിരി ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അച്ചുക്ക എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിൻ്റെ ഒരു ഭാഗമാണ്. അച്ചുക്ക ഇല്ലാത്തൊരു ഫോർട്ട് കൊച്ചി ഇല്ല. അച്ചുക്കൻ്റെ കടയിൽ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന ഐറ്റാണ്. നമ്മുടെ കണ്ടപ്പെടുന്ന ഉഴുന്നുവടയല്ല, സവാള വട. ഇവിടെ സവാള ബജ്ജി എന്ന് പറയും. ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് തീരുന്നതനുസരിച്ച് അപ്പപ്പം ഉണ്ടാക്കും. തീരുമ്പോഴേ ഉണ്ടാക്കുള്ളൂ, നേരത്തെ ഉണ്ടാക്കി വെക്കില്ല. കരിക്ക് നേരത്തെ തന്നെ കരിക്ക് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബീഫ് ചാപ്സ്, മട്ടൻ ചാപ്സ്, മീൻകറി, ചിക്കൻ കറി, പിന്നെ പത്തിരി ഉണ്ടാവും. അത് കൊച്ചിയുടെ ഒരു കൊച്ചി എന്ന് പറയുമ്പം അച്ചുക്കൻ്റെ കട അത് നിർബന്ധം. അത് ഏകദേശം ഭക്ഷണം കഴിച്ച മട്ടനും ചിക്കനും എല്ലാം കഴിച്ചാൽ ഏകദേശം 100 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അതിൽ തന്നെ അച്ചുക്ക വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. നേരത്തെ അവിടെ കുറച്ച് മട്ടൻ ചാപ്സ് തീർന്നു. അപ്പോൾ അടുത്ത ടെസ്റ്റ് മട്ടൻ ചാപ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല വിഷമം. അതേ മീൻകറി വാങ്ങി വന്ന് ഇപ്പോൾ കൊച്ചി വന്നാൽ ഫോർട്ട് കൊച്ചി വരിക. നേരെ വന്നാൽ ഫോർട്ട് കൊച്ചി തൊട്ട് മുന്നേ തന്നെ വാട്ടപ്പെട്ടോ നേരെ മുന്നിലാണ് അച്ചുക്കൻ്റെ കട.
ആരും ചോദിക്കേണ്ട, പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അച്ചുക്കാൻ്റെ ഒച്ചവിളിയൊക്കെ അവിടെ ഭാഗത്തൊക്കെ മൊത്തം കേൾക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും പോകട്ടെ. ടാറ്റ ബൈ.